Chapter 5 Surface Chemistry. Surface chemistry means branch of chemistry which deals with the study of phenomenon takes place on the surface of a substance. Today we are going to discuss about the section adsorption. Then three sections are there in surface chemistry part. First one adsorption, then catalysis, then colloidal solution. First part adsorption. Okay. Hi students, നമ്മളുടെ ഫിഫ്ത്ത് ചാപ്റ്റർ ആണ് സർഫസ് കെമിസ്ട്രി. ഇപ്പോൾ വാട്ട് ഈസ് സർഫസ് കെമിസ്ട്രി എന്നുള്ളത് ദി ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രി വിച്ച് ഡീൽസ് വിത്ത് ദി സ്റ്റഡി ഓഫ് നേച്ചർ ഓഫ് സർഫസസ് ആൻഡ് ദ ഡിഫറെൻറ്റ് പ്രോസസ് ടേക്സ് പ്ലേസ് ഓൺ ദി സർഫസ് ഓഫ് എ സബ്സ്റ്റൻസ് ആണെങ്കിൽ ദിസ് ഈസ് കോൾഡ് സർഫസ് കെമിസ്ട്രി. അപ്പോൾ സാധാരണ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ സർഫസ് ഫിനോമിനൻ എന്ന് പറഞ്ഞാൽ അഡ്സോപ്ഷൻ ആണ്. പിന്നെ അതേപോലെ അഡ്സോപ്ഷൻ എന്നാണ് പറയുന്നത്, അഡ്സോപ്ഷൻ, പിന്നെ കൊറോഷൻ, പിന്നെ നമ്മൾ ഇലക്ട്രോഡ് പ്രോസസ്സ്, പിന്നെ ഇവിടെ നമുക്ക് പഠിക്കാനുള്ള ഹെറ്ററോജിനസ് കാറ്റലിസിസ് എല്ലാം ഏതിന് എക്സാമ്പിളാണ്? സർഫസ് ഫിനോമിനൻ എക്സാമ്പിളാണ്. വാട്ട് ഈസ് സർഫസ് കെമിസ്ട്രി എന്നുള്ളത്? ദ ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രി ദാറ്റ് ഡീൽസ് വിത്ത് സ്റ്റഡി ഓഫ് നേച്ചർ ഓഫ് സർഫസസ് ആൻഡ് ദ ഡിഫറെൻറ്റ് പ്രോസസ് ടേക്കിംഗ് പ്ലേസ് അറ്റ് ദി സർഫസ്. ഓക്കെ, ഇനി നിങ്ങളിവിടെ പരിചയപ്പെടുന്ന രണ്ട് ടേംസ് ആണ് അബ്സോർപ്ഷൻ ആൻഡ് അഡ്സോർപ്ഷൻ. അബ്സോർപ്ഷൻ ആൻഡ് അഡ്സോർപ്ഷൻ രണ്ട് ശ്രദ്ധിക്കണം. ഇപ്പോൾ നിങ്ങൾ എക്സാമ്പിൾ നോക്കിയേ, പിന്നെ ഒരു കണ്ടെയ്നർ ഉണ്ട്, അതിലെന്തുണ്ട്? മോയ്സ്ചർ ഉണ്ട്. എന്നിട്ട് ഞാൻ അതിലേക്ക് കാൽസ്യം ക്ലോറൈഡ് ആഡ് ചെയ്യുന്ന സമയത്ത് കാൽസ്യം ക്ലോറൈഡ് അബ്സോർബ് മോയ്സ്ചർ. പക്ഷെ നിങ്ങൾ നേരെ അടുത്ത് നോക്കിയാൽ സിലിക്ക ജെല്ലാണ് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ സിലിക്ക ജെൽ അഡ്സോർബ് മോയ്സ്ചർ. അപ്പോൾ എന്താ സംഭവിച്ചത്? അബ്സോർപ്ഷൻ എന്നുള്ളത് ഒരു ബൾക്ക് ഫിനോമിനയാണ്, സർഫസ് അല്ല, ബൾക്ക് ഫിനോമിനാണ്. നേരെ മറിച്ച് അഡ്സോർപ്ഷൻ എന്നുള്ളത് എന്താണ്? സർഫസ് ഫിനോമിന. നിങ്ങളവിടെ നോക്കിയാൽ മനസ്സിലാവും. പിന്നെ മോയ്സ്ചർ കാൽസ്യം ക്ലോറൈഡിൻ്റെ ഉള്ളിലുണ്ട്, പുറത്തുമുണ്ട്, അത് അബ്സോർപ്ഷൻ. നേരെ മറിച്ച് സിലിക്ക ജെൽ എടുത്തു കഴിഞ്ഞാൽ മോയ്സ്ചർ സിലിക്ക ജെല്ലിൻ്റെ സർഫസിൽ മാത്രമേ ഉണ്ടാവുക, അതുകൊണ്ട് അതിന് അഡ്സോർപ്ഷൻ എന്ന് പറയും. ദാറ്റ് ഈസ് ദ പ്രോസസ് ടേക്സ് പ്ലേസ് ഓൺ ദി ഹോൾ ഓഫ് ദി ബോഡി ഈസ് കോൾഡ് അബ്സോർപ്ഷൻ. That is, it is a bulk phenomena, and the process takes place on the surface of a substance is called adsorption. That is, it is a surface phenomena. Okay. Next, ഇപ്പോൾ നിങ്ങൾ തൊട്ട് മുന്നേ കമ്പയർ ചെയ്യുന്ന പഠിച്ച ടേമാണ് what is absorption and what is adsorption. Absorption and adsorption. And what is the difference between absorption and adsorption? Absorption പ്രത്യേകത, particles are uniformly distributed throughout the body. Particles are uniformly distributed throughout the body. That means എൻ്റെ അർത്ഥം ബൾക്ക് ഫിനോമിന, കംപ്ലീറ്റ് അകത്തുണ്ട് പുറത്തുണ്ട്. ബട്ട് അഡ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ ദ പാർട്ടിക്കിൾസ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് ഓൺ ദി സർഫസ്. അവിടെ മാത്രം പാർട്ടിക്കിൾസ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് ഓൺലി അറ്റ് ദി സർഫസ്, സർഫസിൽ മാത്രം. അതുകൊണ്ട് സോ ദിസ് ഈസ് കോൾഡ് സർഫസ് ഫിനോമിന. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് ഇൻ അബ്സോർപ്ഷൻ കോൺസെൻട്രേഷൻ ഈസ് സെയിം ത്രൂ ഔട്ട് ദി മെറ്റീരിയൽ. എല്ലാ സ്ഥലത്തും ഒരേപോലെ ആയിരിക്കും. അതായത് കോൺസെൻട്രേഷൻ, അതായത് നമ്മൾ ഏതിനാണോ അത് അബ്സോർബ് ചെയ്യുന്നത് അതിൻ്റെ പാർട്ടിക്കിൾസിൻ്റെ കോൺസെൻട്രേഷൻ എല്ലാ സ്ഥലത്തും എന്തായിരിക്കും? ഒരേപോലെ ആയിരിക്കും. ബട്ട് ഇൻ അഡ്സോർപ്ഷൻ ദ കോൺസെൻട്രേഷൻ ഓൺ ദി സർഫസ് ഓഫ് ദി അഡ്സോർബെൻറ്റ് ഈസ് ഹയർ ദാൻ ദാറ്റ് ഇൻ ദി ബൾക്ക് എന്ന് പറയും, അഡ്സോർബെൻറ്റ്. അപ്പോൾ നമുക്കൊരു പുതിയൊരു ടേം പഠിക്കാനുണ്ട്, അഡ്സോർബെൻറ്റ്. എന്താ അഡ്സോർബെൻറ്റ് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇനി അടുത്തൊരു പോയിന്റ് പറയുന്നത് ഇൻ അബ്സോർപ്ഷൻ ഒക്കേഴ്സ് അറ്റ് യൂണിഫോം റേറ്റ്. അഡ്സോർപ്ഷൻ നടക്കുന്നത് ഒരു യൂണിഫോം റേറ്റിലാണ്. അബ്സോർബ്, ഇപ്പം ഞാൻ പറഞ്ഞ സ്പോഞ്ച് നമ്മൾ വാട്ടറിൽ ഡിപ്പ് ചെയ്ത് വെച്ചാൽ എന്ത് ചെയ്യും? സ്പോഞ്ച് കംപ്ലീറ്റ് വാട്ടറിനെ അബ്സോർബ് ചെയ്യും. അപ്പോൾ അവിടെ എന്താ? ഉള്ളിലുണ്ട് പുറത്തുണ്ട് ഒരേപോലെ. അപ്പോൾ യൂണിഫോം റേറ്റിലാണ്. നേരെ മറിച്ച് നമ്മൾ ചാർക്കോൾ, കരിയില്ലേ, ആ കരി എടുത്തിട്ട് വാട്ടറിൽ ഡിപ്പ് ചെയ്ത് വെച്ചാൽ എന്താ സംഭവിക്കുക? അത് വാട്ടറിനെ അഡ്സോർബ് ചെയ്യും. പക്ഷേ ഒരു പരിധിയുണ്ട്. അഡ്സോർപ്ഷൻ ഈസ് റാപ്പിഡ് ഇൻ ദി ബിഗിനിങ്. അത് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ എന്തായിരിക്കും? അത് പെട്ടെന്ന് നടക്കും. ആൻഡ് ഇറ്റ്സ് റേറ്റ് സ്ലോലി ഡിക്രീസസ്. എപ്പോഴായിരിക്കും? സ്റ്റാർട്ടിങ്ങിൽ മെല്ലെ അഡ്സോർബ് ചെയ്യുന്ന കപ്പാസിറ്റി മാക്സിമം ആയിരിക്കും. പിന്നെ എന്ത് ചെയ്യും? ദെൻ ഇറ്റ് ഡിക്രീസസ് സ്ലോലി. ഓക്കെ, അപ്പം വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ അബ്സോർപ്ഷൻ ആൻഡ് അഡ്സോർപ്ഷൻ? എന്താ വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ അബ്സോർപ്ഷൻ ആൻഡ് അഡ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ? സിമ്പിളായിട്ട് പറഞ്ഞാൽ ഫസ്റ്റ് അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ ഒന്ന് കമ്പയർ ചെയ്ത് പറഞ്ഞാൽ അബ്സോർപ്ഷൻ ഈസ് എ ബൾക്ക് ഫിനോമിന, ദെൻ അഡ്സോർപ്ഷൻ ഈസ് എ സർഫസ് ഫിനോമിന. ദെൻ in absorption the particles are uniformly distributed throughout the body, but in adsorption the particles are distributed only at the surface, hence it is called surface phenomena. Then absorption കേസിൽ നമ്മൾ പഠിച്ചത് കോൺസെൻട്രേഷൻ ഈസ് സെയിം ത്രൂ ഔട്ട് ദി മെറ്റീരിയൽ, ബട്ട് ദ കോൺസെൻട്രേഷൻ
of the surface of the adsorbent is higher than that in the bulk ആണ് ഇതിൽ adsorption. Then absorption occurs in uniform rate, but adsorption കേസിൽ adsorption is rapid or speed at the beginning, and its rate slowly decreases. ഓക്കെ, ഇതാണ് നമ്മൾ പഠിച്ചിരിക്കുന്ന അബ്സോർപ്ഷനും അഡ്സോർപ്ഷനുമുള്ള ഡിഫറൻസ്. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ കംപ്ലീറ്റ്ലി ഡിസ്കസ് ചെയ്യുന്ന ഇതിനെക്കുറിച്ച് മാത്രം, അഡ്സോർപ്ഷൻ എന്നുള്ള സർഫസ് ഫിനോമിനെ കുറിച്ച് ഫസ്റ്റ് സെക്ഷൻ. ഓക്കെ, നെക്സ്റ്റ് ഞാൻ നിങ്ങൾ പഠിപ്പിക്കുന്ന ഡിഫറെൻറ്റ് ടേംസ് ആണ്. ആ ടേംസ് ഉണ്ടോ നിങ്ങൾ തൊട്ട് മുന്നേ ഞാൻ പറഞ്ഞാൽ അതിൽ നിങ്ങൾ എഴുതിയിരിക്കുന്ന സെക്കൻഡ് ടേം നോക്കിയാൽ മതി. ദ സബ്സ്റ്റൻസ് ഇൻ വിച്ച് അഡ്സോർപ്ഷൻ ടേക്സ് പ്ലേസ് ഈസ് കോൾഡ് അഡ്സോർബെൻറ്റ്. ഏതിലാണോ അഡ്സോർപ്ഷൻ നടക്കുന്നത് നമ്മളതിനെന്ത് പറയും? അഡ്സോർബെൻറ്റ്. ദ സബ്സ്റ്റൻസ് ദാറ്റ് ഗെറ്റ് അഡ്സോർബ്ഡ് ഈസ് കോൾഡ് അഡ്സോർബേറ്റ്. ഇപ്പം നിങ്ങൾ തൊട്ട് മുന്നേ നമ്മൾ ആദ്യം പറഞ്ഞിരിക്കുന്ന അഡ്സോർപ്ഷൻ എക്സാമ്പിൾ സിലിക്ക ജെൽ അഡ്സോർബ് മോയ്സ്ചർ. അപ്പോൾ ഇവിടെ സിലിക്ക ജെൽ ആക്ട് ആസ് അഡ്സോർബെൻറ്റ് വൈൽ മോയ്സ്ചർ ആക്ട് ആസ് അഡ്സോർബേറ്റ്. ഓക്കെ, അപ്പോൾ ദ സബ്സ്റ്റൻസ് ഇൻ വിച്ച് അഡ്സോർപ്ഷൻ ടേക്സ് പ്ലേസ് ഈസ് കോൾഡ് അഡ്സോർബെൻറ്റ്. ദ സബ്സ്റ്റൻസ് ദാറ്റ് ഗെറ്റ് അഡ്സോർബ്ഡ് ഈസ് കോൾഡ് അഡ്സോർബേറ്റ്. ഇനി the phenomenon adsorption or the process adsorption takes place on the surface of a gas is called occlusion. ഇനി അടുത്ത കേസിൽ ഈ അഡ്സോർബേറ്റിന് ഏതിൻ്റെ സർഫസിൽ നിന്ന്? അഡ്സോർബെൻറ്റിൻ്റെ സർഫസിൽ നിന്ന് റിമൂവ് ചെയ്യാൻ പറ്റും എങ്കിൽ ദ പ്രോസസ് ഓഫ് റിമൂവൽ ഓഫ് അഡ്സോർബേറ്റ് ഫ്രം ദി സർഫസ് ഓഫ് ആൻ അഡ്സോർബെൻറ്റ് ഈസ് കോൾഡ് ഡിസോർപ്ഷൻ. What is desorption? The process of removal of adsorbate on the surface of an adsorbent is called desorption. Next, if adsorption and absorption takes place simultaneously is called sorption. രണ്ടും ഒന്നിച്ചിട്ടാണെങ്കിൽ നമ്മൾ അതിനെ പറയുന്ന പേര് സോർപ്ഷൻ എന്ന് പറയും. അപ്പോൾ ഇനി അടുത്തൊരു ടേമും കൂടെ പഠിക്കാനുണ്ട്. വാട്ട് ഈസ് വൺ ബൈ ഹീറ്റ് ഓഫ് അഡ്സോർപ്ഷൻ ഓർ എൻതാൽപ്പി ഓഫ് അഡ്സോർപ്ഷൻ എന്നുള്ളത്. അപ്പോൾ നോക്കട്ടോ, ദ എമൗണ്ട് ഓഫ് ഹീറ്റ് evolved or liberated when 1 mole of an adsorbate is adsorbed on the surface of an adsorbent. 1 mole അഡ്സോർബെൻറ്റിൻ്റെ സർഫസിലേക്ക് അഡ്സോർബ് ചെയ്യുമ്പോൾ ലിബറേറ്റ് ചെയ്യുന്ന ഹീറ്റാണ് എന്തെന്ന്? ഹീറ്റ് ഓഫ് അഡ്സോർപ്ഷൻ ഓർ എൻതാൽപ്പി ഓഫ് അഡ്സോർപ്ഷൻ. അത് എക്സോതെർമിക് പ്രോസസ്സാണ്. വാട്ട് ഈസ് എൻതാൽപ്പി ഓഫ് അഡ്സോർപ്ഷൻ ഓർ ഹീറ്റ് ഓഫ് അഡ്സോർപ്ഷൻ എന്നുള്ളത്? The amount of heat liberated when 1 mole of an adsorbate is adsorbed on the surface of an adsorbent. Okay, അപ്പോൾ നമ്മൾ പഠിച്ചിരിക്കുന്ന ടേംസ് കണ്ടോ? ഒക്ലൂഷൻ, അഡ്സോർബെൻറ്റ്, അഡ്സോർബേറ്റ്, ഡിസോർപ്ഷൻ, സോർപ്ഷൻ ആൻഡ് ഹീറ്റ് ഓഫ് അഡ്സോർപ്ഷൻ ഓർ എൻതാൽപ്പി ഓഫ് അഡ്സോർപ്ഷൻ. ഇങ്ങനെയുള്ള ടേംസ്. എത്ര ടേംസ് ഉണ്ട്? വാട്ട് ഈസ് ഒക്ലൂഷൻ? ഒക്ലൂഷൻ ഉണ്ട്, അഡ്സോർബെൻറ്റ്, അഡ്സോർബേറ്റ്, ഡിസോർപ്ഷൻ, സോർപ്ഷൻ, എൻതാൽപ്പി ഓഫ് അഡ്സോർപ്ഷൻ. ഓക്കെ, നെക്സ്റ്റ് പഠിക്കുന്നത് വാട്ട് ഈസ് തെർമോഡൈനാമിക്സ് ഇൻ അഡ്സോർപ്ഷൻ ഓർ തെർമോഡൈനാമിക് ആസ്പെക്ട്സ് ഓഫ് എന്താണ് അഡ്സോർപ്ഷൻ. അപ്പോൾ എങ്ങനെ തെർമോഡൈനാമിക്സ് പറയാമെന്നുള്ളത് ഇത് വളരെ ഈസിയാണ്. നമ്മൾ തൊട്ട് മുന്നേ പഠിച്ചു അഡ്സോർപ്ഷൻ ഈസ് എൻ എക്സോതെർമിക് പ്രോസസ്. ദാറ്റ് മീൻസ് ഡ്യൂറിങ് അഡ്സോർപ്ഷൻ ഹീറ്റ് ഈസ് ലിബറേറ്റഡ്. സോ ദിസ് ഈസ് എക്സോതെർമിക് പ്രോസസ്. ദാറ്റ് ഈസ് ഡെൽറ്റ എച്ച്, ദ വാല്യൂ ഓഫ് എൻതാൽപ്പി ചേഞ്ച്, ദാറ്റ് ഈസ് ഡെൽറ്റ എച്ച് ഈക്വൽ ടു നെഗറ്റീവ്. നെക്സ്റ്റ് പോയിൻ്റ് ഉണ്ടോ? വെൻ ദ ഡിഗ്രി ഓഫ് റാൻഡംനെസ് ഡിക്രീസസ്. എപ്പോഴ്? ഡിഗ്രി ഓഫ് റാൻഡംനെസ് ഡിക്രീസ് ചെയ്യും. അതായത് ഒരു മോളിക്യൂൾസിൻ്റെ മൂവ്മെൻറ്റ് എന്ത് ചെയ്യും? അഡ്സോർബ് ചെയ്യുന്ന സമയത്ത് ഡിക്രീസ് ചെയ്യും. സോ ദാറ്റ് മീൻസ് ഇൻ ടേംസ് ഓഫ് തെർമോഡൈനാമിക്സ് എൻട്രോപ്പി ഡിക്രീസസ്. ഓക്കെ, അപ്പോൾ ഡ്യൂറിങ് അഡ്സോർപ്ഷൻ എൻട്രോപ്പി ഈസ് ഓൾസോ ഡിക്രീസസ്. അപ്പോൾ ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആൻഡ് ഡെൽറ്റ എസ് ഓൾസോ നെഗറ്റീവ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇൻ അക്കോർഡൻസ് വിത്ത് ദി ഫ്രീ എനർജി ചേഞ്ച് ഡെൽറ്റ ജി വാല്യൂ ഈസ് നെഗറ്റീവ് ഫോർ എ സ്പോണ്ടേനിയസ് പ്രോസസ്. ഡെൽറ്റ ജി എന്താണ്? നെഗറ്റീവ് ആണ് ഫോർ എ സ്പോണ്ടേനിയസ് പ്രോസസ്. ഇങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? കഴിഞ്ഞ വർഷം പഠിച്ചിരിക്കുന്ന +1 പഠിച്ചിരിക്കുന്ന തെർമോഡൈനാമിക്സിൽ പഠിച്ച് ഗിബ്സ് ഹെൽമോൾട്സ് ഇക്വേഷൻ എടുക്കുക. ദാറ്റ് ഈസ് ഡെൽറ്റ ജി ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ് എന്നുള്ള ഇക്വേഷൻ എടുക്കുക. എന്നിട്ട് അതിൽ നമ്മൾ ഈ പറഞ്ഞ കണ്ടീഷൻ അപ്ലൈ ചെയ്തിട്ട് അത് ലോവർ ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ ഡെൽറ്റ ജി വാല്യൂ ഈസ് നെഗറ്റീവ്. ലോവർ ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ മീൻസ് ഡെൽറ്റ എച്ച് ഗ്രേറ്റർ ദാൻ ടി ഡെൽറ്റ എസ്. ക്ലിയർ? ടെമ്പറേച്ചർ കുറച്ചാൽ മതി. ഡെൽറ്റ എസ് നെഗറ്റീവ്, ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആകുമ്പോൾ ഡെൽറ്റ എച്ച് ഗ്രേറ്റർ ദാൻ ടി ഡെൽറ്റ എസ് എന്നൊരു കണ്ടീഷൻ കൊടുത്തു കഴിഞ്ഞാൽ ദ വാല്യൂ ഓഫ് ഡെൽറ്റ ജി ബിക്കം നെഗറ്റീവ്. സോ ദി പ്രോസസ് ഈസ് സ്പോണ്ടേനിയസ്. അതിൻ്റെ മീനിങ് എന്ത്?
ഞാനിപ്പോൾ മോയ്സ്ചറിലേക്ക് സിലിക്ക ജെൽ ആഡ് ചെയ്താൽ സിലിക്ക ജെൽ എന്ത് ചെയ്യും? ആ മോയ്സ്ചറിനെ അഡ്സോർബ് ചെയ്യും. ദാറ്റ് മീൻസ് ദിസ് ഈസ് എ സ്പോണ്ടേനിയസ് പ്രോസസ്. ഓക്കെ, അപ്പോൾ വാട്ട് ഈസ് എ തെർമോഡൈനാമിക്സ് ഇൻ അഡ്സോർപ്ഷൻ ചോദിച്ചാൽ നമ്മൾ പറയേണ്ടത് adsorption, the process adsorption is a exothermic process. So the value of delta H is negative. During adsorption process, the value of entropy or degree of randomness decreases. So in accordance with the Gibbs-Helmholtz equation, at a lower temperature, delta G is negative. Okay. നെക്സ്റ്റ് നമ്മളിപ്പോൾ കംപ്ലീറ്റ് എന്ത് ഡിസ്കസ് ചെയ്തു? അഡ്സോർപ്ഷൻ ഡിസ്കസ് ചെയ്തു, അഡ്സോർബെൻ്റ് ഡിസ്കസ് ചെയ്തു, അഡ്സോർബേറ്റ് ഡിസ്കസ് ചെയ്തു. പിന്നെ ശേഷം വാട്ട് ആർ ദി ഡിഫറെൻറ്റ് വാട്ട് ഈസ് തെർമോഡൈനാമിക്സ് ഇൻ അഡ്സോർപ്ഷൻ ഡിസ്കസ് ചെയ്തു. അടുത്ത പറയുന്നത് വാട്ട് ഈസ് ക്ലാസിഫിക്കേഷൻ ഓഫ് അഡ്സോർപ്ഷൻ. വാട്ട് ആർ ദി ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻ അഡ്സോർപ്ഷൻ. 2 ടൈപ്പാണ് പറയുന്നത്. ഡിപ്പെൻഡിങ് അപ്പോൺ ദി ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ അഡ്സോർബെൻ്റ് ആൻഡ് അഡ്സോർബേറ്റ്. Adsorption are classified into 2 types. Depending upon the force of attraction between adsorbent and adsorbate. First one, physical adsorption or physisorption. Physical adsorption or physisorption. Somewhat simple ആണ്. If adsorbent and adsorbate are combined together by a weak physical force, that is van der Waals force, known as physisorption or physical adsorption. ഇതിൻ്റെ പ്രത്യേകത it is reversible in nature ആണ്. അപ്പോൾ അഡ്സോർബെൻറ്റും അഡ്സോർബേറ്റും കമ്പൈൻ ചെയ്യുന്നത് വീക്ക് ഫിസിക്കൽ ഫോഴ്സായ വാൻ ഡെർ വാൾസ് ഫോഴ്സ് കൊണ്ടാണെങ്കിൽ നമ്മളതിനെ പറയുന്ന പേര് ഫിസിസോർപ്ഷൻ. ദെൻ അഡ്സോർബെൻറ്റ് ആൻഡ് അഡ്സോർബേറ്റ് ആർ കമ്പൈൻസ് ടുഗദർ ബൈ എ സ്ട്രോങ് കെമിക്കൽ ബോണ്ട് നോൺ എസ് നമ്മൾ കോവാലൻ്റ് ബോണ്ട് ആണെങ്കിൽ ദിസ് ഈസ് കോൾഡ് കെമിസോർപ്ഷൻ ഓർ കെമിക്കൽ അഡ്സോർപ്ഷൻ. ഇറ്റ് ഈസ് ഇറിവേഴ്സിബിൾ ഇൻ നേച്ചർ. അപ്പോൾ നിങ്ങൾക്ക് ഒരു 2 മാർക്കിൻ്റെ ക്വസ്റ്റനാണ് ചോദിച്ചതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഇത്ര പോയിൻറ്റ്സ് എഴുതി വെക്കുക. എന്തെല്ലാം? അഡ്സോർബെൻറ്റും അഡ്സോർബേറ്റും കമ്പൈൻ ചെയ്യുന്നത് വാൻ ഡെർ വാൾസ് ഫോഴ്സ് കൊണ്ടാണെങ്കിൽ ദിസ് ഈസ് കോൾഡ് ഫിസിസോർപ്ഷൻ. ഇറ്റ് ഈസ് റിവേഴ്സിബിൾ ഇൻ നേച്ചർ. ആൻഡ് അഡ്സോർബേറ്റ് ആൻഡ് അഡ്സോർബെൻറ്റ് ആർ കമ്പൈൻസ് ടുഗദർ ബൈ എ സ്ട്രോങ് കെമിക്കൽ ബോണ്ട് ആണെങ്കിൽ ദിസ് ഈസ് കോൾഡ് കെമിസോർപ്ഷൻ. ഇറ്റ് ഈസ് ഇറിവേഴ്സിബിൾ ഇൻ നേച്ചർ. ഇനി 2 മാർക്കിൻ്റെ ക്വസ്റ്റൻ ആണെങ്കിൽ നിങ്ങൾ ഇത്ര പോയിൻറ്റ്സ് മാത്രം എഴുതി വെച്ചാൽ മതി. പക്ഷേ നിങ്ങളോട് ചിലപ്പോൾ ക്വസ്റ്റ്യൻ ഒരു 3 മാർക്കിൻ്റെ ക്വസ്റ്റൻ ആണെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യണം? കുറച്ചും കൂടെ നല്ല രീതിയിലുള്ള പോയിൻറ്റ്സ് എഴുതി വെക്കണം. അത് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് ഓക്കെയാണോ? ഇപ്പോൾ ഡിപ്പെൻഡിങ് അപ്പോൺ ദി ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ അഡ്സോർബെൻറ്റ് ആൻഡ് അഡ്സോർബേറ്റ്, അഡ്സോർപ്ഷൻ ആർ ക്ലാസിഫൈഡ് ഇൻറ്റു 2 types. ഫസ്റ്റ് വൺ ഫിസിസോർപ്ഷൻ, സെക്കൻഡ് വൺ കെമിസോർപ്ഷൻ. വിച്ച് വൺ ഈസ് റിവേഴ്സിബിൾ ഇൻ നേച്ചർ? ഫിസിസോർപ്ഷൻ ഈസ് റിവേഴ്സിബിൾ ഇൻ നേച്ചർ. ആൻഡ് വിച്ച് വൺ ഈസ് ഇറിവേഴ്സിബിൾ ഇൻ നേച്ചർ? Chemisorption is irreversible in nature. അത് ചോദിച്ചിട്ടുണ്ട്. ഇനി ഫിസിസോർപ്ഷൻ, ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഈസ് വാൻ ഡെർ വാൾസ് ഫോഴ്സ്. ബട്ട് ഇൻ കെമിസോർപ്ഷൻ ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഈസ് സ്ട്രോങ് കെമിക്കൽ ബോണ്ട്. ഓക്കെ അല്ലേ? സംഭവം ക്ലിയർ? അപ്പം ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഡിപ്പെൻഡ് ചെയ്തിട്ട് 2 types ഓഫ് ക്ലാസിഫിക്കേഷൻ, ഫിസിസോർപ്ഷൻ ആൻഡ് കെമിസോർപ്ഷൻ. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഇത് തന്നെയാണ്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫിസിസോർപ്ഷൻ ആൻഡ് കെമിസോർപ്ഷൻ? ഓർ ഹൗ വിൽ യു ഡിസ്റ്റിംഗ്വിഷ് ഫിസിസോർപ്ഷൻ ആൻഡ് കെമിസോർപ്ഷൻ? ഞാൻ പറഞ്ഞു ഫിസിസോർപ്ഷൻ എന്നുള്ളത് അവിടെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വാൻ ഡെർ വാൾസ് ഫോഴ്സ്, ബട്ട് ഇൻ കെമിസോർപ്ഷൻ സ്ട്രോങ് കെമിക്കൽ ബോണ്ട്. ഓക്കെ, ദ നെക്സ്റ്റ് പോയിന്റ് പറഞ്ഞത് ഇറ്റ് ഈസ് റിവേഴ്സിബിൾ ഇൻ നേച്ചർ. ഏത്? ഫിസിസോർപ്ഷൻ. ബട്ട് ഇൻ കെമിസോർപ്ഷൻ ഇറിവേഴ്സിബിൾ ഇൻ നേച്ചർ. പിന്നെ അടുത്ത കേസിൽ ഫിസിസോർപ്ഷൻ്റെ പ്രത്യേകത നോട്ട് സ്പെസിഫിക് ഇൻ നേച്ചർ എന്നാണ് പറയുന്നത്. ബിക്കോസ് അത് എന്താണ്? റിവേഴ്സിബിൾ ആണ്. അതുകൊണ്ട് നോട്ട് സ്പെസിഫിക് ഇൻ നേച്ചറാണ്. ബട്ട് ഇൻ കെമിസോർപ്ഷൻ ഈസ് ഹൈലി സ്പെസിഫിക്. ഞാൻ അവിടെ ശരിക്കും ഓർത്ത് നോക്കണം. നമ്മൾ തൊട്ട് മുന്നേ പഠിച്ചൊരു ടേമാണ് വാട്ട് ഈസ് എൻതാൽപ്പി ഓഫ് അഡ്സോർപ്ഷൻ ഓർ ഹീറ്റ് ഓഫ് അഡ്സോർപ്ഷൻ എന്നുള്ളത്. ഇവിടെ ഇൻ ദി കേസ് ഓഫ് ഫിസിസോർപ്ഷൻ ലോ ഹീറ്റ് ഓഫ് അഡ്സോർപ്ഷൻ ഈസ് നീഡഡ്. ദാറ്റ് മീൻസ് 20 to 40 kJ per mole. ലോ ഹീറ്റ് ഓഫ് അഡ്സോർപ്ഷൻ എത്രയാണ്? 20 to 40 kJ per mole. ബട്ട് ഇൻ കെമിസോർപ്ഷൻ ഹൈ ഹീറ്റ് ഓഫ് അഡ്സോർപ്ഷൻ ദാറ്റ് ഈസ് 80 to 240 kJ per mole. ആ പോയിന്റ് രണ്ടും 1 word ക്വസ്റ്റ്യൻ പോലെ ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. ഓക്കെ, അപ്പോൾ ഫിസിസോർപ്ഷൻ്റെ കേസിൽ 20 to 40, ബട്ട് ഇൻ കെമിസോർപ്ഷൻ 80 to 240. ഇനി ഈ ഫിസിസോർപ്ഷൻ എന്നുള്ള പ്രോസസ്സ് നടക്കണമെങ്കിൽ അവിടെ ലോ ടെമ്പറേച്ചർ ഈസ് ഫേവറബിൾ ഫോർ ഫിസിസോർപ്ഷൻ. ദാറ്റ് ഈസ് ഇറ്റ് ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. അതായത് ലോ ടെമ്പറേച്ചർ ഈസ് ഫേവറബിൾ ഫോർ ഫിസിസോർപ്ഷൻ, ബട്ട് ഹൈ ടെമ്പറേച്ചർ ഈസ് ഫേവറബിൾ ഫോർ കെമിസോർപ്ഷൻ. ദാറ്റ് മീൻസ് ഇറ്റ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. അത് ഓർത്ത് നോക്കുക. ഇനി അടുത്ത കേസിൽ പറയുന്നത് ഫിസിസോർപ്ഷൻ എന്നുള്ള പ്രോസസ്സ് നടക്കണമെങ്കിൽ നമ്മൾ കെമിക്കൽ കൈനറ്റിക്സ് എന്ന ടോപ്പിക്കിൽ പഠിച്ചതാണ്. നോ അപ്രീഷ്യബിൾ ആക്ടിവേഷൻ എനർജി ഈസ് നീഡഡ്. അവിടെ ആക്ടിവേഷൻ എനർജി വേണമെന്നില്ല. ഏതിൽ? ഫിസിസോർപ്ഷനിൽ. ബട്ട് ഇൻ കെമിസോർപ്ഷനിൽ ഹൈ ആക്ടിവേഷൻ എനർജി ഈസ് നീഡഡ്. നമ്മൾ കെമിക്കൽ കൈനറ്റിക്സിൽ പഠിച്ചാണ് വാട്ട് ഈസ് ആക്ടിവേഷൻ എനർജി എന്നുള്ളത്. ഓക്കെ,
പിന്നെ അടുത്ത കേസിൽ ഓർത്ത് നോക്കുക, ഫിസിക്സ് ഓപ്ഷൻ ഈസ് എ റിവേഴ്സിബിൾ പ്രോസസ്, സോ മൾട്ടി മോളിക്കുലർ ലെയർ ഈസ് ഫോംഡ്. Multimolecular layer is formed, but in chemistry option it is irreversible in nature, so unimolecular layer is formed. Okay, one direction and unimolecular layer is formed. So what is the difference between physics option and chemistry option? Main ആയിട്ട് പോയിന്റ് ഓർത്ത് നോക്കുക. ഫസ്റ്റ് പോയിന്റ്, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വാൻ ഡെർ വാൾസ് ഫോഴ്സ്. നെക്സ്റ്റ് കെമിക്കൽ ബോണ്ട്, നോട്ട് സ്പെസിഫിക് ഇൻ നേച്ചർ, ഹൈലി സ്പെസിഫിക്. ദ റിവേഴ്സിബിൾ ഇൻ നേച്ചർ, മറ്റേ ഇറിവേഴ്സിബിൾ ഇൻ നേച്ചർ. ലോ ഹീറ്റ് ഓഫ് അഡ്സോർപ്ഷൻ, that is 20 to 40 kilojoule per mole. But in chemistry option, high heat of adsorption, that is 80 to 240. Then low temperature is favorable for either physics option, but high temperature is favorable for chemistry option. അടുത്തത് multimolecular layer is formed in physics option, but in chemistry option unimolecular layer is formed. ഇതെല്ലാം ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ഈ പോയിന്റ് ശരിക്കും ഓർത്ത് വെക്കുക. 3 മാർക്കിൻ്റെ ക്വസ്റ്റൻ ആണെങ്കിൽ നിങ്ങൾ ഡിഫറൻസ് ബിറ്റ്വീൻ ഫിസിക്സ് ഓപ്ഷൻ ആൻഡ് കെമിസ്ട്രി ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് റൈറ്റ് ദീസ് 6 points, 6 or 7 points. ഓക്കെ, ക്ലിയർ. നമ്മൾ തൊട്ട് മുന്നേ വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അഡ്സോർപ്ഷൻ പഠിച്ചു. നെക്സ്റ്റ് പാർട്ട് പറയുന്നത് വാട്ട് ആർ ദ ഫാക്ടേഴ്സ് വിച്ച് ഡിപ്പെൻഡ്സ് അപ്പോൺ അഡ്സോർപ്ഷൻ. അഡ്സോർപ്ഷനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. അതിൽ നമുക്കറിയുന്ന കൈനറ്റിക്സ് എന്ന ടോപ്പിക്കിൽ പഠിച്ച പോലെയാണ് നേച്ചർ ഓഫ് ദി അഡ്സോർബൻറ്റ്, നേച്ചർ ഓഫ് ദി അഡ്സോർബേറ്റ്, സർഫസ് ഏരിയ, ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ഇപ്പം നേച്ചർ ഓഫ് ദി അഡ്സോർബൻറ്റ്, നേച്ചർ ഓഫ് ദി അഡ്സോർബേറ്റ്, സർഫസ് ഏരിയ ആൻഡ് പ്രഷർ. നമ്മളിവിടെ പഠിക്കേണ്ടത് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. നമ്മളിവിടെ പഠിക്കുന്നത് 2 ടേമാണ്, ഒന്ന് പ്രഷറിൻ്റെയും മറ്റേത് ടെമ്പറേച്ചറിൻ്റെ എഫക്റ്റ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് എഫക്റ്റ് ഓഫ് പ്രഷർ. സംഭവം സിമ്പിൾ. ദി എഫക്റ്റ് ഓഫ് പ്രഷർ ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് ഓൺ ദി ബേസിസ് ഓഫ് അഡ്സോർപ്ഷൻ ഐസോതേർവ്. അഡ്സോർപ്ഷൻ ഐസോതേർവ്. ഇപ്പം നമുക്കറിയണം വാട്ട് ഈസ് അഡ്സോർപ്ഷൻ ഐസോതേർവ്. ദാറ്റ് ഈസ് എ ഗ്രാഫ് ഈസ് പ്ലോട്ടഡ് ദി എക്സ്റ്റെൻറ്റ് ഓഫ് അഡ്സോർപ്ഷൻ. എക്സ്റ്റെൻറ്റ് ഓഫ് അഡ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ x/m. അല്ലെങ്കിൽ പറയുന്നത് ഗ്രാഫ് ഈസ് പ്ലോട്ടഡ് ദി എമൗണ്ട് ഓഫ് ഗ്യാസ് അഡ്സോർബ്ഡ് ബൈ ദി അഡ്സോർബൻറ്റ്. എമൗണ്ട് ഓഫ് ഗ്യാസ് അഡ്സോർബ്ഡ് ബൈ ദി അഡ്സോർബൻറ്റ്, ദിസ് ഈസ് കോൾഡ് എക്സ്റ്റെൻറ്റ് ഓഫ് അഡ്സോർപ്ഷൻ x/m വിത്ത് പ്രഷർ അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ. അപ്പം അവിടെ എക്സ് റെപ്രസെൻറ്റ്സ് മാസ് ഓഫ് അഡ്സോർബേറ്റ്, എം എന്നുള്ളത് മാസ് ഓഫ് അഡ്സോർബൻറ്റ്. എക്സ് മാസ് ഓഫ് അഡ്സോർബേറ്റ്, എം മാസ് ഓഫ് അഡ്സോർബൻറ്റ്. അപ്പോൾ ഇവിടെ പറയുന്നത് effect of pressure can be explained on the basis of adsorption isotherm. Isotherm എന്ന് നമുക്കറിയാം. What is isotherm? Isotherm temperature constant. So what is adsorption isotherm? A graph is plotted from extent of adsorption against pressure at constant temperature is called adsorption isotherm. A graph is plotted from extent of adsorption against pressure at constant temperature is called adsorption isotherm. എങ്കിൽ അങ്ങനെയാണെങ്കിൽ ആ പോയിന്റിൽ അവിടെ ചെറിയൊരു പോയിന്റ് കിട്ടുന്നത് വാട്ട് ഈസ് എക്സ്റ്റെൻറ്റ് ഓഫ് അഡ്സോർപ്ഷൻ മീൻസ് എമൗണ്ട് ഓഫ് ഗ്യാസ് അഡ്സോർബ്ഡ് ബൈ ദി അഡ്സോർബൻറ്റ് ഈസ് കോൾഡ് എക്സ്റ്റെൻറ്റ് ഓഫ് അഡ്സോർപ്ഷൻ. ഓക്കെ, അപ്പോൾ എഫക്റ്റ് ഓഫ് പ്രഷർ ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് ഓൺ ദി ബേസിസ് ഓഫ് അഡ്സോർപ്ഷൻ ഐസോതേർം. ഐസോതേർം മീൻസ് ടെമ്പറേച്ചർ കോൺസ്റ്റൻറ്റ്. അപ്പം x/m എഗെയിൻസ്റ്റ് പ്രഷർ അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ഈസ് കോൾഡ് അഡ്സോർപ്ഷൻ ഐസോതേർം. ഓക്കെ, നിങ്ങൾ നോക്കിവിടെ നെക്സ്റ്റ് ഞാനൊരു ഗ്രാഫ് വരയ്ക്കുന്നു. ഒരു സിമ്പിൾ അഡ്സോർപ്ഷൻ ഐസോതേർം വരച്ചു, ഗ്രാഫ് വരച്ചിട്ടുണ്ട്. x/m എഗെയിൻസ്റ്റ് പ്രഷർ. ഞാനിവിടെ ഒരു ഗ്രാഫിൽ നിങ്ങൾ പോയിന്റ് നോക്കിക്കോ. y ആക്സിൽ x/m ഉണ്ട്, മറ്റേ പ്രഷർ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ ഗ്രാഫ് വരച്ചപ്പോൾ ABC എന്നുള്ളൊരു ഗ്രാഫ് പ്ലോട്ട് ചെയ്തിട്ടുണ്ടാവും. ABC എന്നുള്ളത് ഞാൻ ഫസ്റ്റ് ഫ്രം A to B എടുക്കുന്നത്. വാട്ട് ഹാപ്പൻസ് when x/m, when pressure increases, x/m also increases. Okay, that means x/m directly proportional to P, that is x/m is equal to K into P. Any from B to C, what happens when pressure increases, the value of x/m remains constant. എൻ്റെ അർത്ഥം കോൺസ്റ്റൻ്റ് ആണെങ്കിൽ that means x/m directly proportional to P raised to 0, that is x/m is equal to K into P raised to 0. ഇനി ഞാൻ പറയുന്നത് വാട്ട് ഹാപ്പൻസ് അറ്റ് ദി പോയിന്റ് ബി എന്ന പോയിന്റിൽ വെച്ചിട്ട് എന്താ സംഭവിച്ചത്? അറ്റ് ദി പോയിന്റ് ബി നമ്മളൊരു പോയിന്റ് ബി കൺസിഡർ ചെയ്യുന്ന സമയത്ത് അതിന് തൊട്ട് മുന്നേ വരുന്ന സമയത്ത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ, ആഫ്റ്റർ ദാറ്റ് ബി ഇറ്റ് ഈസ് കോൺസ്റ്റൻറ്റ്, ദാറ്റ് ഇസ് ദിസ് പ്രഷർ ഈസ് കോൾഡ് സാച്ചുറേഷൻ പ്രഷർ എന്ന് വേണം പറയാൻ പറ്റും, PS. എങ്കിൽ അവിടെ നമ്മൾ എഴുതുന്നത് ആ ഒരു പോയിന്റ് വെച്ചിട്ട് സ്ലോപ്പ് ഫോം, ദാറ്റ് ഈസ് x/m. നിങ്ങൾ തേർഡ് വൺ നോക്കിയാൽ മതി. അറ്റ് ദി പോയിന്റ് ബി x/m ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു P raised to 1/n, then x/m ഈസ് ഈക്വൽ ടു K into P raised to 1/n. ഇനി വാല്യൂ ഓഫ് 1/n എന്നുള്ളത് എന്താവാം? 0 ആവാം, 1 ആവാം. നിങ്ങൾ നോക്കിയാൽ മതി. ഫ്രം B to C നോക്കുന്ന സമയത്ത് 1/nൻ്റെ വാല്യൂ 0 ആണ്. ഫ്രം
എ ടു ബി നോക്കുന്ന സമയത്ത് 1/n വാല്യൂ 1 ആണ്. അപ്പോൾ നമ്മൾ ഏറ്റവും ലാസ്റ്റ് നമ്മൾ കിട്ടിയ ഇക്വേഷൻ നോക്ക്, x/m = k × p raised to 1/n. ഇപ്പോൾ ലാസ്റ്റ് ഞങ്ങൾ കിട്ടിക്കുന്ന ഇക്വേഷൻ log x/m ലാസ്റ്റ് ഞങ്ങൾ കിട്ടിയ ഇക്വേഷൻ x/m = k × p raised to 1/n. ഇനി ചെയ്യുന്നത് ടേക്കിംഗ് ലോഗരിതം ഓൺ ബോത്ത് ദ സൈഡ്സ്, ആ രണ്ട് സൈഡിലും എന്ത് ചെയ്യുക, ലോഗരിതം എടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് ഇക്വേഷൻ കിട്ടും, log x/m = log k + 1/n log p എന്ന് കിട്ടും. എന്താ കിട്ടും, log x/m = log k + 1/n log p. This equation is called Freundlich-Adsorption isotherm equation. നോട്ട് ചെയ്ത് നോക്കണം, Freundlich-Adsorption isotherm equation. ഇത് നിങ്ങൾ ചെയ്യുന്നതാണ് ആ ജസ്റ്റ് ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യും, log x/m = 1/n log p + log k. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, സ്ക്രീനിൽ കാണുന്നുണ്ട്. log x/m = 1/n log p + log k. നമുക്കറിയാം ദിസ് ഇക്വേഷൻ ഈസ് ഇൻ ദി ഫോം y = mx + c. അപ്പോൾ നമുക്കൊരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യാം. എങ്ങനെ, ഹിയർ ദ ഗ്രാഫ് ഈസ് പ്ലോട്ട് ഫ്രം log x/m against log p at constant temperature. log x/m നമുക്ക് y ആക്സിൽ എന്താ ഉള്ളത്, log x/m, x ആക്സിലോ log p, അത് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിൽ. ദിസ് ഗ്രാഫ് ഈസ് കോൾഡ് Freundlich-Adsorption isotherm. ഇപ്പോൾ ഒരു സ്ട്രേറ്റ് ലൈൻ ഗ്രാഫ് കിട്ടും, അതിൻ്റെ സ്ലോപ്പ് എമ്മിൻ്റെ വാല്യൂ 1/n. ഓക്കെ, പോസിറ്റീവ് സ്ലോപ്പാണ്. ഓക്കെ, അപ്പോൾ വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ അഡ്സോർപ്ഷൻ ഐസോതേം ആൻഡ് Freundlich-Adsorption isotherm? അപ്പോൾ അഡ്സോർപ്ഷൻ ഐസോതേം എന്ന് പറഞ്ഞാൽ ഗ്രാഫ് ഈസ് പ്ലോട്ട് ഫ്രം എക്സ്റ്റെൻറ്റ് ഓഫ് അഡ്സോർപ്ഷൻ എഗെയിൻസ്റ്റ് പ്രഷർ അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ. അതായത് x/m എഗെയിൻസ്റ്റ് പ്രഷർ അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ഈസ് കോൾഡ് അഡ്സോർപ്ഷൻ ഐസോതേം. Then what is Freundlich-Adsorption isotherm? A graph is plotted from log x/m against log p at constant temperature is called Freundlich-Adsorption isotherm. ഇതാണ് ഡിഫറൻസ്. ഇതിൽ ലോഗരിതം ഉണ്ട്. ഓക്കെ, ക്ലിയർ. നെക്സ്റ്റ് നമുക്ക് പഠിക്കേണ്ടത്, ഇപ്പോഴും നിങ്ങൾ എന്താ പഠിച്ചത്, എഫക്റ്റ് ഓഫ് പ്രഷർ. നെക്സ്റ്റ് എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ. സെയിം പാറ്റേണാണ് പഠിക്കുന്നത്. എ ഗ്രാഫ് ഈസ് പ്ലോട്ട് ഫ്രം extent of adsorption against temperature at constant pressure. This is called adsorption isobar. Graph is plotted from extent of adsorption against temperature at constant pressure is called adsorption isobar. So the effect of temperature can be explained on the basis of adsorption isobar. അത് രണ്ട് കേസ് ഉണ്ട്. നിങ്ങൾ ഫസ്റ്റ് കേസ് ഗ്രാഫ് നോക്കിയാൽ മനസ്സിലാവും. When temperature increases, the value of extent of adsorption or x/m decreases and vice versa. So that means this is a reversible process. So this graph is in the case of physis option. Okay, but in second case, when temperature increases, the value of x/m also increases. Then at a peak level is reached, then the reversible process takes place. Reversible എന്ന് പറയണ്ട, reverse process takes place. That is opposite. First എന്ത് ചെയ്തു, increase ചെയ്തു, then meet at a peak level, then opposite process, opposite. Okay, this is in the case of Kemi's option. So how can you explain the effect of temperature? The effect of temperature can be explained by using adsorption isobar. Then what is adsorption isobar? A graph is plotted from extent of adsorption against temperature at constant pressure. Okay, next then what is adsorption? അത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്ന അടുത്ത സ്റ്റെപ്പ് എന്നാൽ adsorption from solution. നമ്മളിപ്പം പറഞ്ഞത് ഗ്യാസിൻ്റെ കേസാണ്. ദെൻ adsorption from solution. വാട്ട് ഈസ് adsorption from solution എന്ന് പറഞ്ഞാൽ certain solid adsorbent adsorb solute particles from solution. അതായത് സോളിഡ് സ്റ്റേറ്റിൽ അഡ്സോർബെൻറ്റ് എന്ത് ചെയ്യും, സൊല്യൂഷനിൽ നിന്ന് സൊല്യൂട്ട് പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും, അഡ്സോർബ് ചെയ്യും. ദിസ് ഫിനോമിന ഈസ് കോൾഡ്, ദിസ് ഈസ് കോൾഡ് adsorption from solution. Then what is adsorption from solution? Simple. Certain solid adsorbent adsorb solute particles from solution. Okay, example പറയുന്നത് animal charcoal adsorb coloring materials from sugar solution. So this method is used for the purification sugar. Okay, animal charcoal adsorb coloring materials from sugar. So this is a method used for the purification sugar. Okay, then what are the characteristics of x/m എന്ന് നോക്കാം. x/m decreases with the increase in temperature. Extent of adsorption decreases with the increase in temperature. Then x/m increases with the increase in surface area. പിന്നെ x/m directly proportional to c raised to 1/n. Then x/m is equal to k into c raised to 1/n. അവിടെ c represents എന്ത്, c represents concentration, either modality
മൊളാരിറ്റി, സെയിം മൊളാരിറ്റി. ഓക്കെ, ഇത് നമ്മൾ സെയിം പാറ്റേണിലൂടെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇക്വേഷൻ എന്ത് കിട്ടും? ലോഗ് എക്സ് ബൈ എം ഇസ് ഈക്വൽ ടു ലോഗ് കെ പ്ലസ് 1/n ലോഗ് സി എന്ന് കിട്ടും. നേരത്തെ കിട്ടിയ അതേപോലെ ലോഗ് എക്സ് ബൈ എം ഈസ് ഈക്വൽ ടു ലോഗ് കെ പ്ലസ് 1/n ലോഗ് പി എന്ന് നേരത്തെ കിട്ടിയിരിക്കുന്നത്. ഇപ്പോഴും ലോഗ് എക്സ് ബൈ എം ഈസ് ഈക്വൽ ടു ലോഗ് കെ പ്ലസ് 1/n ലോഗ് സി. അപ്പം നമ്മൾ അഡ്സോർപ്ഷൻ ഫ്രം സൊല്യൂഷൻസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞാൽ എക്സ് ബൈ എം ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ, ദെൻ എക്സ് ബൈ എം ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ സർഫസ് ഏരിയ, പിന്നെ എക്സ് ബൈ എം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ റേസ് ടു 1/n. ബാക്കിയുള്ള നേരത്തെ അതേപോലെ. ഓക്കെ, ക്ലിയർ? അഡ്സോർപ്ഷൻ എന്ന സെക്ഷനിൽ നമ്മൾ ലാസ്റ്റ് പാർട്ടാണ് വാട്ട് ആർ ദി അപ്ലിക്കേഷൻസ് ഓഫ് അഡ്സോർപ്ഷൻ എന്നുള്ളത്. അപ്ലിക്കേഷൻസ് ഓഫ് അഡ്സോർപ്ഷൻ അതിലൊന്ന് പറയുന്നത്, ഫസ്റ്റ് പറയുന്നത് പ്രൊഡക്ഷൻ ഓഫ് ഹൈ വാക്വം എന്ന് പറയുന്നത്. പ്രൊഡക്ഷൻ ഓഫ് ഹൈ വാക്വം. ഓക്കെ, ഫോർ ദി കംപ്ലീറ്റ് ഇവാക്വേഷൻ ഓഫ് വെസൽസ് ആക്ടിവേഷൻ ചാർക്കോൾ ഈസ് യൂസ്ഡ്. ഇത് നമ്മൾ ഇവാക്വേഷൻ നടക്കാൻ വേണ്ടിയിട്ട് ആക്ടിവേറ്റഡ് ചാർക്കോൾ യൂസ് ചെയ്യും. സെക്കൻഡ് അപ്ലിക്കേഷൻ പറയുന്നത് ഇൻ ഗ്യാസ് മാസ്ക് എന്ന് പറയും. ഗ്യാസ് മാസ്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് പോയിസണസ് ഗ്യാസ് ഇൻ കോൾ മൈൻസ് can be removed by using the gas mask containing activated charcoal. ഓക്കെ, ഇപ്പോൾ ഗ്യാസ് മാസ്കിൽ നമ്മളിപ്പോൾ കൊറോണ സമയത്തിൽ മാസ്ക് ഉപയോഗിക്കുന്ന സമയത്ത് അതിൻ്റെ പുറത്ത് മാത്രമാണ് എന്ത് ചെയ്യുന്നത്? ഡസ്റ്റ് പാർട്ടിക്കിൾസ് അഡ്സോർബ് ചെയ്യുന്നത്. ഉള്ളിലേക്ക് വരുന്നുണ്ടോ? ഇല്ല. ഇപ്പോൾ ഗ്യാസ് മാസ്കിൻ്റെ. പിന്നെ അടുത്ത കേസിൽ തേർഡ് അപ്ലിക്കേഷൻ പറയുന്നത് കൺട്രോൾ ഓഫ് ഹ്യൂമിഡിറ്റി ബൈ യൂസിങ് സിലിക്ക ജെൽ. നെക്സ്റ്റ് പറയുന്നത് നേരത്തെ നിങ്ങൾ കണ്ടു, അതായത് പ്യൂരിഫിക്കേഷൻ ഷുഗർ. ഇത് നമ്മളുടെ അനിമൽ ചാർക്കോൾ ഈസ് യൂസ്ഡ് ഫോർ ദി പ്യൂരിഫിക്കേഷൻ ഷുഗർ അല്ലേ പറഞ്ഞു. പിന്നെ അടുത്ത് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചൊരു പാറ്റേൺ ആണ് വാട്ട് ഈസ് ക്രോമാറ്റോഗ്രാഫി എന്നുള്ളത്. ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് ക്രോമാറ്റോഗ്രാഫി ഈസ് എന്താണ്? അഡ്സോർപ്ഷൻ. അപ്പോൾ ക്രോമാറ്റോഗ്രാഫിക് അനാലിസിസ് ഫോർ ദി സെപ്പറേഷൻ ഓഫ് എ മിക്സർ ഓഫ് ബേസ്ഡ് ഓൺ അഡ്സോർപ്ഷൻ. പിന്നെ അടുത്ത കേസ് പറയുന്നത് ക്യൂറിങ് ഓഫ് ഡിസീസസ് എന്ന് പറയുന്നുണ്ട്. അതായത് നമ്പർ ഓഫ് ഡ്രഗ്സ് ആർ യൂസ്ഡ് ടു കിൽ ജേംസ് ബൈ ഗെറ്റിംഗ് അഡ്സോർബ്ഡ് ഓൺ ദം എന്ന് പറയുന്നത് ജേംസിന്. അപ്പോൾ ക്യൂറിങ് ഡിസീസസ്. ഏറ്റവും ലാസ്റ്റ് പറയുന്നത് ഇൻ ഫ്രോത്ത് റൊട്ടേഷൻ മെത്തേഡ് ഉണ്ട്. നമ്മൾ അടുത്ത ചാപ്റ്റർ പഠിക്കും. അത് മെറ്റലർജിക്കലാണ്. സോ ദി പ്യൂരിഫിക്കേഷൻ സൾഫൈഡ് ഓർ ദീസ് ആർ ദി അപ്ലിക്കേഷൻസ് ഓഫ് അഡ്സോർപ്ഷൻ.